റേഡിയോ ലൈം ന്യൂസ് അപ്ഡേറ്റ്. നമസ്കാരം. ലൈം ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം. വാർത്തകളുമായി അരുൺ. പ്രശസ്ത സംഗീത സംവിധായകൻ SP വെങ്കടേഷ് അന്തരിച്ചു. ചെന്നൈയിലായിരുന്നു അന്ത്യം. 1985-2000 കാലയളവിൽ പുറത്തിറങ്ങിയ ചിത്രങ്ങൾക്ക് വേണ്ടി നിരവധി സൂപ്പർ ഹിറ്റ് ഗാനങ്ങൾ ഒരുക്കിയ സംഗീത സംവിധായകനാണ് വെങ്കടേഷ്. സംഗീത രാജൻ എന്നാണ് ഇദ്ദേഹത്തെ അറിയപ്പെട്ടിരുന്നത്. ശ്രീ SP വെങ്കടേഷിന് റേഡിയോ ലൈമിന്റെ ആദരാഞ്ജലികൾ. ജെഫ്രി എപ്സ്റ്റീനെ കുറിച്ച് തനിക്കറിയാവുന്ന കാര്യങ്ങൾ ആൻഡ്രൂ മൗണ്ട് ബാറ്റൺ വിൻസെന്റ് തെളിവ് നൽകണമെന്ന് US ലൈംഗിക കുറ്റവാളിയുടെ ഇരകളിൽ ചിലരെ പ്രതികരിക്കുന്ന ഒരു പ്രമുഖ അഭിഭാഷകൻ പറഞ്ഞു. ഇത് വളരെ വൈകിയിട്ടില്ല. അദ്ദേഹത്തിന് പങ്കിടാൻ കഴിയുന്ന വിവരങ്ങളുണ്ട്. ഗ്ലോറിയ ആൽറെഡ് എന്ന് പറയുന്ന വ്യക്തി മാധ്യമങ്ങളോട് പറഞ്ഞത് ഇങ്ങനെ. എന്നാൽ US നീതിന്യായ വകുപ്പ് പുറത്തിറക്കിയ ഏറ്റവും പുതിയ ഇമെയിലുകൾ കാണിക്കുന്നത് ആൻഡ്രൂവിന്റെ എപ്സ്റ്റീനുമായുള്ള അന്വേഷണങ്ങളിൽ സഹായിക്കുന്നതിനായി US അധികാരികളിൽ നിന്ന് ഇതിനകം തന്നെ നിരവധി സമീപനങ്ങൾ ലഭിച്ചിരുന്നു എന്നാണ്. 2020 ഹോം ഓഫീസിലേക്കുള്ള ഒരു ഔപചാരിക അഭ്യർത്ഥന ഉൾപ്പെടെ രാജകീയ സ്രോതസ്സുകളിൽ നിന്നുള്ള ഒരു ആഹ്വാനവും ഉണ്ടായിരുന്നു. വിവരമുള്ള ആർക്കും ഏത് അന്വേഷണത്തെയും സഹായിക്കുന്നതിനെ കുറിച്ച് ചിന്തിക്കണം. പക്ഷേ അത് ആത്യന്തികമായി ആൻഡ്രൂ മൗണ്ട് ബാറ്റൺ വിൻസറിന്റെയും അദ്ദേഹത്തിന്റെ മനസാക്ഷിയുടെയും കാര്യമാണ് എന്നും സൂചിപ്പിക്കുന്നുണ്ട്. 25 വർഷങ്ങൾക്ക് മുൻപ് സഫോക്കിൽ 17 വയസ്സുള്ള ഒരു പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്തിയ കേസിൽ സീരിയൽ കില്ലർ സ്റ്റീവ് റൈറ്റ് കുറ്റസമ്മതം നടത്തി. 1999 സെപ്റ്റംബറിൽ ഫെലിക്സ്റ്റോവിൽ ഒരു രാത്രി ആസ്വദിച്ചതിന് 5 ദിവസത്തിന് ശേഷമാണ് വിക്ടോറിയ ഹാളിന്റെ നഗ്നമായ മൃതദേഹം കണ്ടെത്തിയത്. 2006 ഇപ്സ്വിച്ചിലും പരിസരത്തും 5 സ്ത്രീകളെ കൊലപ്പെടുത്തിയതിന് ജീവപര്യന്തം തടവനുഭവിക്കുന്ന റൈറ്റ് ആദ്യം വിചാരണ നടക്കേണ്ടിയിരുന്ന ഓൾഡ് ബെയിലിയിൽ ഹാജരായി. എന്നിരുന്നാലും 67-കാരനായ തന്റെ വാദം എല്ലാ കുറ്റങ്ങളുമാക്കി മാറ്റി. വിക്ടോറിയ അപ്രത്യക്ഷമാകുന്നതിന് തലേ ദിവസം രാത്രി 22 വയസ്സുള്ള ഒരു സ്ത്രീയെ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ചതായും സമ്മതിച്ചു. വെള്ളിയാഴ്ച അദ്ദേഹത്തിന് ശിക്ഷ വിധിക്കും. വിക്ടോറിയയുടെ കുടുംബം ഈ ദിവസത്തിനായി 26 വർഷത്തിലേറെയായി കാത്തിരിക്കുന്നു എന്നും നീതി നടപ്പാക്കാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട് എന്നും സഫോക്ക് പോലീസും അഭിപ്രായപ്പെട്ടു. വടക്കൻ കടലിൽ ഒരു ടാങ്കറുമായി കൂട്ടിയിടിച്ച ചരക്കപ്പലിന്റെ ക്യാപ്റ്റൻ ഗുരുതരമായ അശ്രദ്ധ മൂലമുള്ള നരഹത്യക്ക് കുറ്റക്കാരനാണെന്ന് കണ്ടെത്തൽ. 2025 മാർച്ച് 10 ഈസ്റ്റ് യോർക്ക്ഷയർ തീരത്ത് US ടാങ്കർ സ്റ്റൈന ഇമാക്കുലേറ്ററിൽ ഇടിച്ചപ്പോൾ സോളോങ്ങിൽ കാവൽ ഡ്യൂട്ടിയിലായിരുന്ന ഒരേയൊരു വ്യക്തി വ്ളാഡിമിർ മോർട്ടൻ മാത്രമായിരുന്നു. സോളോങ്ങിലെ ക്രൂ അംഗമായിരുന്ന 38-കാരനായ മാർക്ക് ആഞ്ചലോ പെർണിയയെ കാണാതാവുകയും ചെയ്തു. ലണ്ടനിൽ ഓൾഡ് ബെയിലിൽ നടന്ന ഒരു വിചാരണയിൽ മാർട്ടിൻ ശരിയായ നിരീക്ഷണം നടത്തിയില്ലെന്നും കൂട്ടിയിടിയുടെ അപകട സാധ്യത നിർണ്ണയിക്കാൻ ലഭ്യമായ എല്ലാ മാർഗങ്ങളും ഉപയോഗിച്ചില്ലെന്നും അല്ലെങ്കിൽ ഒഴിഞ്ഞുമാറാൻ നടപടിയെടുക്കാൻ മതിയായ സമയം നൽകിയില്ലെന്നും കണ്ടെത്തുകയായിരുന്നു. റഷ്യയിലെ സെന്റ് പീറ്റേഴ്സ്ബർഗിൽ നിന്നുള്ള 59-കാരനായ മോട്ടിന് വ്യാഴാഴ്ച ശിക്ഷ വിധിക്കും. ഇനി നാട്ടിലെ വാർത്തകൾ. പാപ്പാട് മഹിളാ മന്ദിരം ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് വട്ടിയൂർക്കാവ് MLA VK പ്രശാന്തും BJPയും നേർക്കുനേർ. ഉദ്ഘാടന പരിപാടിയുടെ ഒരുക്കങ്ങൾ നടക്കുന്നതിനിടെ മഹിളാ മന്ദിരം പുതിയ താഴിട്ട് പൂട്ടിയ BJP കൌൺസിലർ R സുഗതനും ഒപ്പമുണ്ടായിരുന്ന മറ്റ് കൌൺസിലർമാരായ വിഷ്ണുമോഹൻ നന്ദഭാർഗവനുമെതിരെയാണ് പരാതി. വട്ടിയൂർക്കാവ് മണ്ഡലത്തിൽ വികസന പരിപാടികളിൽ നിന്നും ജനശ്രദ്ധ തിരിക്കുന്നതിന് അനാവശ്യ സംഘർഷം സൃഷ്ടിക്കാനാണ് BJP ശ്രമമെന്ന് MLA കുറ്റപ്പെടുത്തി. ഉദ്ഘാടന പരിപാടി തടസ്സപ്പെടുത്തുകയും സർക്കാർ സ്ഥാനത്തിൽ അതിക്രമിച്ചു കയറി ഓഫീസ് പൂട്ടുകയും ചെയ്ത സുഗതനും മറ്റുള്ളവർക്കുമെതിരെ MLA പോലീസിൽ പരാതിയും നൽകി. വട്ടിയൂർക്കാവ് നിയോജക മണ്ഡലത്തിലെ പാപ്പാട് സാമൂഹ്യനീതി വകുപ്പിന് കീഴിൽ പതിറ്റാണ്ടുകളായി പ്രവർത്തിച്ചുകൊണ്ടിരുന്ന മഹിളാ മന്ദിരത്തിന്റെ കെട്ടിടം ഉപയോഗശൂന്യമായിരുന്നു. 1990-95 കാലഘട്ടത്തിൽ ഇതിന്റെ പ്രവർത്തനം പൂർണ്ണമായും നിലച്ചതാണ്. MLAയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും 2 ഘട്ടങ്ങളായി മഹിളാ മന്ദിരത്തിന്റെ നവീകരണത്തിന് 66.40 ലക്ഷം രൂപ അനുവദിച്ചിരുന്നു. മിനി കമ്മ്യൂണിറ്റി ഹാൾ, ഗ്രീൻ റൂം, ഓഫീസ് റൂം, 2 കടമുറികൾ, ശുചിമുറികൾ എന്നിവയോടുകൂടിയാണ് മഹിളാ മന്ദിരം പുനർനിർമ്മിച്ചത്. മന്ത്രി വീണ ജോർജ് കെട്ടിടം ഉദ്ഘാടനം ചെയ്യാനാണ് നിശ്ചയിച്ചിരുന്നത്. ഇതിന്റെ മുന്നൊരുക്കങ്ങൾ നടക്കുന്ന സമയത്ത് വാഴോട്ടുകോണം കൌൺസിലർ സുഗതൻ സ്ഥലത്തെത്തി ഇദ്ദേഹം തൊഴിലാളികളെ ഭീഷണിപ്പെടുത്തി പുറത്താക്കിയ ശേഷം പുതിയ താഴിട്ട് കെട്ടിടം പൂട്ടിയെടുക്കുകയും ചെയ്തെന്നാണ് ആരോപണം. ശേഷം കൌൺസിലർമാരായ വിഷ്ണുമോഹൻ, നന്ദഭാർഗവ് എന്നിവരെയും കൂട്ടാളികളെയും വിളിച്ചു വരുത്തി സംഘർഷം സൃഷ്ടിച്ചുവെന്നും MLA ആരോപിക്കുന്നു. വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതകത്തെ ആസ്പദമാക്കിയുള്ളതെന്ന് പറയപ്പെടുന്ന സിനിമയ്ക്കെതിരെ ഹർജിയുമായി പ്രതി അഫാന്റെ പിതാവ്. കാലം പറഞ്ഞ കഥ എന്ന പേരുള്ള സിനിമയുടെ റിലീസ് തടയണമെന്നാവശ്യപ്പെട്ട് വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതക കേസിലെ പ്രതി അഫാന്റെ പിതാവ് ഹൈക്കോടതിയിൽ ഹർജി നൽകി. വെഞ്ഞാറമൂട് കൂട്ടക്കൊലക്കേസിലെ വിചാരണ പൂർത്തിയായിട്ടില്ലെന്നും വിചാരണയ്ക്ക് മുൻപ് സിനിമ റിലീസ് ചെയ്യുന്നത് കേസിനെ ബാധിക്കുമെന്നുമാണ് ഹർജിയിലെ വാദം. വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതകം ആസ്പദമാക്കിയാണ് സിനിമയെന്നും ഇതിപ്പോൾ റിലീസ് ചെയ്യുന്നത് മാധ്യമ വിചാരണയ്ക്ക് കാരണമാകുമെന്നും കേസിലെ സാക്ഷികളെ സ്വാധീനിക്കാൻ സാധ്യതയുണ്ടെന്നും ഹർജിയിൽ ചൂണ്ടിക്കാട്ടുന്നു. സിനിമയുടെ പേരിൽ കുടുംബത്തെ സാമൂഹിക മാധ്യമങ്ങളുടെ ആക്ഷേപിക്കുകയാണെന്നും വിചാരണ കഴിയുന്നതുവരെ സിനിമ റിലീസ് ചെയ്യുന്നത് തടയണമെന്നുമാണ് ഹർജിയിലെ ആവശ്യം. ഹർജി ഹൈക്കോടതി ഫയലിൽ സ്വീകരിച്ചു. പ്രസാദ് നൂർനാട് സംവിധാനം ചെയ്ത കരുനാഗപ്പള്ളി കൃഷ്ണൻകുട്ടി കഥയെഴുതി നിർമ്മിക്കുന്ന ചിത്രം ഫെബ്രുവരി 6 റിലീസ് ചെയ്യുന്നത്. നാടിനെ നടുക്കിയ വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതകമാണ് സിനിമയുടെ ഇതിവൃത്തമെന്നാണ് ആരോപണം. അതേസമയം കാലം പറഞ്ഞ കഥ എന്ന സിനിമയ്ക്ക് വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതകവുമായി ബന്ധമില്ലെന്നും കേരളത്തിൽ നടന്ന പല സംഭവങ്ങളെ കോർത്തിണക്കിയാണ് സിനിമയെന്നും സംവിധായകൻ പ്രസാദ് നൂർനാട് പറഞ്ഞു. 123.87 ഇന്ത്യൻ രൂപയാണ് ഇന്നത്തെ പൗണ്ട് വിനിമയ നിരക്ക്. ഇതോടെ ഇന്നത്തെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. അടുത്ത ബുള്ളറ്റിനുമായി വരും മണിക്കൂറുകളിൽ കേട്ടുമുട്ടാം. നന്ദി, നമസ്കാരം.
കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി റേഡിയോ ലൈം ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും. Radio Lime.